السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: أجبا لأمر المؤمن إن أمره كله له خير إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, പാസ്ഥാനിക നേതാക്കൾ, മാന്യ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ തുടങ്ങിയ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകളുടെ മാസ്തിക്കുണ്ട് യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വീടാന്തരമായി നടത്തിവരാറുള്ള സ്വലാത്ത് മജ്ലിസിൻ്റെ 20ാം വാർഷിക പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ സംഗമവും നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ന്യൂനതകൾ പരിഹരിച്ച് കബൂലാക്കി തരുമാറാവട്ടെ.
അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ തിരുവാക്യം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുവാക്യം കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമുക്ക് ദീർഘമായ ഒരു പ്രഭാഷണം, സാരസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അനുഗ്രഹീതനായ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കവി മമ്പാട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. ബഹുമാനപ്പെട്ടവർ സംസാരിക്കും. ഞാൻ ഇന്ന് ഒരു ദീർഘമായൊരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. അതിന് അനുയോജ്യമായ ഒരാരോഗ്യസ്ഥിതിയിലുമല്ല ഞാനുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇരുന്നു കൊണ്ടുള്ള പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാകും. അല്ലാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഇതുപോലെ വാർഷിക പരിപാടിയിൽ മുമ്പ് മണിക്കൂറുകളോളം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു വരുന്നാളുകളിലും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നേരത്തെ തന്നെ ഈ 20 വർഷം മുമ്പ് ഇവിടുത്തെ സ്വലാത്ത് മജ്ലിസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നു 2000-ൽ ഏകദേശം 2000 വർഷത്തിൽ ഈ നാട്ടിലുള്ള ഒരു വീട്ടിൽ, നമ്മുടെ പ്രഫുൽ അബ്ദുള്ള മാഷിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു മജ്ലിസിന് ഞാൻ ബേക്കലത്ത് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ മുത്തഅല്ലിമായ സമയത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്, മാഷിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൂട്ടിക്കൊണ്ടുവന്ന്, അന്ന് പള്ളിയുടെ ആ ഭാഗത്തെവിടെയാണ് വീട്, വലിയ ജുമാഅത്ത് പള്ളിൻ്റെ ആ ഭാഗത്ത്, അവിടെ സ്വലാത്ത് മജ്ലിസിന് ഞാൻ നേതൃത്വം കൊടുത്തതും സംസാരിച്ചതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അതുപോലെ മറ്റു സംഘടനാപരമായ ക്ലാസ്സുകൾക്കും ഒരുപാട് പരിപാടികളിലൊക്കെ ഈ നാട്ടിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിച്ച ഒരാളാണ്. അല്ലാഹു നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും കബൂലാക്കി തരുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എന്തിനാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഹനീഫാജി അവരെല്ലാം ഇവിടെ ഇരിക്കേണ്ട ആളാണ്. ഇങ്ങോട്ട് വരി, നമ്മുടെ സദസ്സി വേദി നല്ല ഭംഗിയാണ്. ഇങ്ങോട്ട് വരി, ഹനീഫാജി വരി. അപ്പോ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, നൗഷാദി മമ്മി ഇവിടെ ഭംഗിയായിട്ട് ആടാളുണ്ട് കുറെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, അത് അല്ലാഹുവിൻ്റെ മതമാണ്. ആ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ൽ പരം അമ്പിയാക്കളെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ആ അമ്പിയാക്കളിൽ വലിയ ആദരവും ബഹുമാനവുമുള്ള സയ്യിദുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാ ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അവിടുന്ന് ഖാത്തിമുൽ അംബിയ ആണ്, അംബിയാക്കളിൽ അവസാനത്തവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയൊരു നബി ഈ ഭൂമി ലോകത്തേക്ക് വരാനില്ല. അങ്ങനെ വരുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോയാൽ അവൻ ഈ പരിശുദ്ധമായ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടവനാണ്. അവൻ ഇസ്ലാമിന്റെ സ്ഥാനം, ഇസ്ലാമിൽ നിന്ന് തന്നെ, അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അവൻ ഈ പുറത്താക്കപ്പെട്ടവനായി പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ഒരൊറ്റൊരു പുരുഷന്മാരുടെയും ബാപ്പയല്ല. വലാകിൻ കാന
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ, അന്ത്യപ്രവാചകരാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകമായി പറയാൻ തന്നെ കാരണമെന്തേ? കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ സന്താനങ്ങൾ പലരും ഇവിടെ അതിന്റെ ശേഷം അമ്പിയാക്കളായി, നബിമാരായി, പ്രവാചകന്മാരായി ഇവിടെ പരിശുദ്ധമായി ഇസ്ലാം ദീനിന്റെ പ്രബോധന രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ സന്താനങ്ങൾ, ആൺമക്കൾ ഉണ്ടായിരുന്നു. മുഹമ്മദ്, ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം എന്ന ആൺമക്കൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്ന 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. ആ 3 ആൺമക്കളെയും അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ മലിക്കുൽ ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് നിന്ന് അവരെ മടക്കി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ഒരൊറ്റൊരു പുരുഷന്മാരുടെയും ബാപ്പയല്ല എന്ന് പറയാൻ കാരണമെന്തേ? ഒരു പുരുഷൻ എന്ന വേട് പുരുഷൻ എന്ന പേരിൽ പറയപ്പെടണമെങ്കിൽ ആ വ്യക്തിക്ക്, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായാലേ പുരുഷൻ എന്ന് പറയുകയുള്ളൂ. അതിന്റെ മുമ്പ്, പ്രായപൂർത്തിക്ക് മുമ്പ് ആൺകുട്ടി എന്നേ പറയുകയുള്ളൂ. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, ആൺമക്കൾ പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? പിൽക്കാലത്ത് ആരെങ്കിലും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മക്കൾ ഇവിടെ പ്രവാചകന്മാരായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും പ്രായപൂർത്തിയായ ആൺമക്കളുണ്ടായാൽ അവരൊരു പക്ഷേ നബിയാണ്, പ്രവാചകനാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അല്ലാഹു തആല അവരെ പ്രായപൂർത്തിക്ക് മുമ്പ് തന്നെ മടക്കി വിളിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അംബിയാ ശൃംഖലയിൽ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനം വന്ന നബിയാണ് ഖാതിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം പരിശുദ്ധമായി ഇസ്ലാമിന്റെ ബാലപാഠം മുതൽ അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ, ഇവിടെ ഏറ്റക്കുറുക്കലില്ലാതെ എല്ലാ നിലക്കും പരിശുദ്ധമായി ഇസ്ലാം ദീനിനെ പരിപൂർണമാക്കി തന്നുകൊണ്ടാണ് ഈ ലോകത്തോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞിട്ടുള്ളതെങ്കിൽ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിനെ പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നത്തെ ദിവസം പരിശുദ്ധമായ ഇസ്ലാം ദീൻ പരിപൂർണമാക്കി തന്നിട്ടുണ്ട്. ഇനി ഈ ദീനിലേക്ക് കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഈ പഠിപ്പിച്ച പരിശുദ്ധമായ ആശയത്തിൽ നിന്ന് എന്തെങ്കിലും വെട്ടിച്ചുരുക്കലോ ഇവിടെയില്ല. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇവിടെ സന്നിഹിതരായ ആളുകൾ, ഈ വലിയ ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തിന്റെ ആ പാരാവാരം പോലെയുള്ള സ്വഹാബത്തിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇവിടെയില്ലാത്ത ലോകത്തിന്റെ നിഖില മേഖലകളിലുള്ള ജനസഞ്ചയത്തിന് ഈ മഹിതമായ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്വഹാബത്ത് ദീനിന്റെ പ്രബോധനവുമായി യാത്രയായി. ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച ബദരീങ്ങൾ മുഴുവനും
മക്കയിലല്ല, മദീനയിലല്ല, അല്ലെങ്കിൽ ബദറിലല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ബദരീങ്ങളിൽപ്പെട്ട മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു കോഴിക്കോട് ജില്ലയിലെ കൊല്ലം പാറപ്പള്ളിയിൽ അന്തിയുറങ്ങുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്തേ ഇവിടെ എത്തി? ബദരീങ്ങളിൽപ്പെട്ട മഹാൻ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഹബീബ് തങ്ങളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് വന്നവരാണവർ. കോഴിക്കോട് പട്ടണത്തിൽ തന്നെ മുഗദാർ എന്ന് പറയുന്നൊരു സ്ഥലം കാണാൻ കഴിയും. എന്താണ് ആ മുഗദാർ എന്ന സ്ഥലത്തിന്റെ ചരിത്ര പശ്ചാത്തലം? മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന് അവിടെ വീട് വെച്ചുകൊണ്ട് താമസിച്ച സ്ഥലമാണ്. മുഗീറത്ത് ബിൻ ശുഅബയുടെ വീട്, മുഗീറത്തിന്റെ വീട് എന്നാണ് മുഗദാർ എന്നതിന് അർത്ഥം. അത് ലോപിച്ച് മുഗദാർ ആയതാണ് മുഗീർദാർ. മുഗീറയുടെ വീട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇരിക്കട്ടെ, എന്താണ് ആ പേരവിടെ അന്വർത്ഥമാക്കുന്നത്? മഹാനായ സ്വഹാബി വര്യൻ ദീനീ പ്രബോധനത്തിന് വേണ്ടി കോഴിക്കോട് പട്ടണത്തിന്റെ ആ ഭാഗത്തെത്തിയിട്ടുണ്ട് എന്നല്ലേ? നമ്മുടെ കാസർഗോഡിലെ വളരെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളിയും അതിന്റെ ചാരത്ത് അന്തിയുറങ്ങുന്ന മഹാനായ മുഹമ്മദ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, അതുപോലെ 7ഓളം വരുന്ന മഹാന്മാർ ഈ ചിലങ്കോട് മാലിക് ദീനാർ മക്കാമിൽ റാഫി ഇബ്നു ഹബീബ് മാലിക് ദീനാറും തന്റെ അനുയായികളും അവിടെ കാണാൻ കഴിയും. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, ധർമ്മടത്തും മാടായിലും ശ്രീകണ്ഠപുരത്തും കൊടുങ്ങല്ലൂരിലും മംഗലാപുരത്തും കാസർഗോഡും പല സ്ഥലങ്ങളിലും വലിയ വലിയ പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച ആ പാഠങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ സന്ദേശങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്തു. സലാലയിൽ പോയാൽ അവിടെയും വലിയ വലിയ സ്വഹാബിമാർ മക്ബറകൾ, അമ്പിയാക്കളുടെ മക്ബറകൾക്ക് പുറമെ സ്വഹാബത്തിന്റെ മക്ബറ കാണാം. ബഹുമാനപ്പെട്ട നമ്മുടെ കേരളക്കാരനായ ചേരമാം പെരുമാൾ എന്നറിയപ്പെടുന്ന രാജാവായ ബഹുമാനപ്പെട്ട താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സ്വഹാബിയായ ആ മഹാൻ ഒമാനിൽ വെച്ചുകൊണ്ട് അന്തിയുറങ്ങുകയാണ്. ഇങ്ങനെ ലോകത്തെമ്പാടും അമ്പിയാക്കൾ, മഹാന്മാരായ സ്വഹാബത്തിന്റെ മക്ബറകൾ കാണാൻ കഴിയും. അതുപോലെ ഔലിയാക്കളെ കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച, പൂർവികരായ അമ്പിയാക്കൾ പഠിപ്പിച്ച ഹക്കായ ദീൻ ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചത് അതിന്റെ ശേഷമുള്ള സ്വഹാബത്തും താബികളും താബികളും അയിമ്മത്ത് മുജ്തഹിദുകളും സലഫുസ് സ്വാലിഹീങ്ങളുമാണ് ഇവിടെ പരമ്പരാഗതമായി കണ്ണിയറ്റു പോകാതെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്തത്. ആ മഹത്തുക്കളിൽ നിന്ന് പരിശുദ്ധമായ ദീനേറ്റെടുത്ത് നടത്തുന്നവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെന്നാൽ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് എന്ന് സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? മറ്റൊരു ഹദീസിൽ കാണാം, ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായേലുള്ള അമ്പിയാക്കളെ പോലെയാണ് എന്ന്. മായംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തമായൊരക്ഷരം പോലും ഉരിയാടാത്ത, സ്വന്തമായൊരക്ഷരം പോലും പറയാത്ത സാദിഖുൽ മസ്തൂഖായ, മറിച്ച് മായംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പരമോന്നതനായ മാലിക്കുൽ മുലൂക്കായ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദിവ്യ സന്ദേശത്തിലൂടെയല്ലാതെ, അല്ലാഹുവിന്റെ വഹീ മുഖാന്തരമല്ലാതെ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന
ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായീലുള്ള അംബിയാക്കളെ പോലെയാണ് എന്ന് പറയുമ്പോൾ ആ അംബിയാക്കൾ ഇവിടെ പ്രബോധനം ചെയ്ത ദൗത്യമാണ്, ആ അംബിയാക്കൾ ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധമായ ഹക്കായ സുന്നത്ത് ജമാഅത്താണ് ഈ എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഇവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഏതാണ്? പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തല്ലാത്ത മറ്റൊരു ഏത് പ്രസ്ഥാനവും, അല്ലെങ്കിൽ ഇവിടെ ഖുർആൻ ഓതിയാലും ഹദീസ് ഓതിയാലും സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ദീൻ ഇവിടെ യഥാർത്ഥമായ ഇസ്ലാം ദീനായി നമുക്ക് പരിഗണിക്കാനേ കഴിയുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, മയ്യഇശ മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ വഅളൂ അലൈഹാ ബിന്നവാജിദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കണ്ടോ മുഅ്മിനീങ്ങളെ, മയ്യഇശ മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ഇവിടെ ജീവിക്കാൻ അവസരമുണ്ടായി എങ്കിൽ അവനതാ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ ആചാരരംഗത്ത്, പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസരംഗത്ത്, പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മരംഗത്ത് ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ പല പല അഭിപ്രായങ്ങൾ കാണാം. അവരവരെ അഭിപ്രായത്തിന് ഉപോത്ഫലകമായി ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നതായി കാണാം, പരിശുദ്ധമായ ഹദീസ് ഓതുന്നതായി കാണാം. എന്ത് തന്നെയായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടോ, അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് സംജാതമായാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിന്റെ കർമ്മരംഗത്ത്, വിശ്വാസരംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രാമാണിക രംഗത്ത് ആരെങ്കിലും പലതും പുലമ്പാൻ തുടങ്ങിയാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ആ പറയുന്ന വാക്കുകളൊന്നും നിങ്ങൾ കേട്ടുപോകണ്ട, അത്തരക്കാരുടെ ആ കക്ഷികളെ പിന്നാലെ ഓടാൻ പോകണ്ട. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഹബീബ് തങ്ങൾ പറയുന്നു, അതാ ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ ജനങ്ങളെ. ഞാൻ ഏത് നിലക്കാണ് ഇവിടെ ജീവിച്ചത്, എന്റെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞത്, എന്റെ പ്രവർത്തന രംഗത്ത്, എന്റെ വാക്കിലൂടെ, എന്റെ മൗനാനുവാദത്തിലൂടെ എന്താണോ ഇസ്ലാമിക രംഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, സല്ലൂ നിങ്ങൾ നിസ്കരിക്കുക, കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നതായി കണ്ടത് നിങ്ങൾ അതുപോലെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം ഇമാമും ജമാഅത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് പഠിപ്പിച്ചു. ആ നബി തങ്ങളുടെ ജുമുഅ ജമാഅത്തിന് പുരുഷന്മാര് മാത്രമേ മസ്ജിദുൻ നബവിയിലും അല്ലാത്ത സ്ഥലത്തും നബിതങ്ങൾക്ക് മാമുമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പ്രതിഫലമുള്ള, ലോകത്ത് വലിയ മഹത്വമുള്ള 3 പള്ളികളിൽ വെച്ചൊരു പള്ളിയായ മസ്ജിദുൻ നബവിയിൽ ലോകത്തെ ഏറ്റവും വലിയ പവറുള്ള ഇമാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നിൽക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ പ്രമുഖരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കൾ മാമുമായ ജമാഅത്ത്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ബഖ് ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്.
ഉസ്താദിന്റെ പ്രഭാഷണമാണ് നമുക്ക് പ്രതീക്ഷ. ഞാൻ പറഞ്ഞ വിഷയം ഒരു വഖഫിലേക്ക് എത്തിച്ച് നിർത്തുകയാണ്. അപ്പൊ അത്രയും വലിയ ജമാഅത്ത്, വലിയ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമ നിൽക്കുന്ന ആ ജമാഅത്ത്, ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ മഅ്മൂമിങ്ങളായ ജമാഅത്ത്, ലോകത്ത് വലിയ പവിത്രതയുള്ള 3 പള്ളികളിൽ വെച്ച് ഏറ്റവും വലിയ ആ 3 പള്ളികളിൽ ഒരു പള്ളിയായ മദീനത്തുലെ മസ്ജിദുൻ നബവി, ആ പള്ളിയിൽ വെച്ചിട്ട് വരെ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു പത്നിമാരുടെ വീടുണ്ടായിട്ട് എന്റെ കരളിന്റെ കഷ്ണമാണ് ബീവി ഫാത്തിമ എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമയുടെ വീടുണ്ടായിട്ട് ഒരൊറ്റൊരു ജുമുഅ ജമാഅത്തിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് അവിടുത്തെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ സംബന്ധിച്ചതായി തെളിയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജുമുഅ ജമാഅത്ത് എന്നത് പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾ പുരുഷന്മാര് മാത്രമേ നിർവഹിക്കേണ്ടതുള്ളൂ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാകുന്നത്. ആകയാൽ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ടത് അപ്രകാരം നിസ്കരിക്കണമെന്ന് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അടുത്തൊരു മാസവും കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ ഷരീഫാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ റമദാനിലെ വലിയ പ്രബലമായൊരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് ഒറ്റ ഇമാമിന്റെ കീഴിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഹയാത്ത് കാലത്ത് തുടക്കം കുറിച്ച ആ നിസ്കാരം പിന്നീടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നടത്തപ്പെടുന്നതെങ്കിലും നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിർവഹിച്ച് കാണിച്ചതാണ്. അത് ഒരൊറ്റ ഇമാമിന്റെ കീഴിലായി 20 റക്അത്ത് തന്നെ ഹബീബായ തങ്ങളുടെ തറാവീഹ് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതിനുശേഷം ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, അതാ അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. പോരാ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗികളായ സച്ചരിതരായ ദിശണാശാലികളായ ആ മഹത്തുക്കളായ ഖുലഫാഉർ റാഷിദീന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആരംഭിച്ച ആ ഒരൊറ്റ ഇമാമിന്റെ കീഴിലുള്ള തറാവീഹ് നിസ്കാരം സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്, ഖുലഫാഉർ റാഷിദ് പഠിപ്പിച്ചതാണ്. അങ്ങനെ തുടങ്ങി ധാരാളം ആ വിഷയമായി പറയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണമാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഉസ്താദ് ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വലിയ അർത്ഥഗർഭമായ പ്രഭാഷണം ഇവിടെ പറഞ്ഞു തരും. നമ്മുടെ കേരളത്തിന്റെ പ്രഭാഷണ രംഗത്തെ അനുഗ്രഹീത സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കവി ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തന മേഖലകളിൽ വിശാലമായ തൗഫീഖാത്തുകൾ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ചെയ്യുന്ന എല്ലാ സേവനങ്ങളിലും 100% ഇഖ്ലാസ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം ഇഖ്ലാസോടെ നിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്ത് റബ്ബേ ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഹബീബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ കുറേ കാലം ജീവിക്കുകയും ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ ആളുമാണ് നിങ്ങളിൽ ഖൈറായ ആള് എന്ന് പഠിപ്പിച്ചതുപോലെ ഖൈറായ ആളായി റബ്ബേ ഞങ്ങൾക്ക് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഅ്മിനായി മുത്തഖിയായി മരിക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനെ.
ആരാരുമില്ലാതെ 6 മണിൽ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദുആ ചെയ്യാനും ഹദിയ തരാനും മയ്യിത്ത് നിസ്കരിക്കാനും അനുസ്മരിക്കാനും ദുആ ചെയ്യാനും സ്വാലിഹീങ്ങളായ മക്കളെ തരണം റഹ്മാനേ. ആലിമീങ്ങളെയും സാദാത്തീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടി നീ ഏർപ്പാട് ചെയ്യണം റഹ്മാനേ. അതിനുള്ള നിമിത്തങ്ങളായി ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം നീ ഖബൂലാക്കി തരണം റഹ്മാനേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ പൂർണ്ണ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.